എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ലെമൺ കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല നാരങ്ങയുടെ മണമുള്ള കേക്കാണ്. അപ്പോൾ വാനില എസൻസ് ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാം. അതുപോലെ മുട്ടയൊന്നും യൂസ് ചെയ്യുന്നില്ല. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാലും വേണ്ട, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഈ കേക്ക് മിക്സ് ആക്കിയിട്ടുള്ളത്. പക്ഷേ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ ക്രീമും നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെന്നുള്ളവർക്ക് അതെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും മൈദ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് വേണമെന്നൊന്നുമില്ല. സാധാരണ ഒരു ആവറേജ് വലിപ്പമുള്ള ഗ്ലാസ് എടുത്തിട്ട് അതിൽ അളവെടുത്താലും മതി. പിന്നെ എല്ലാ സാധനങ്ങളും അതിൽ തന്നെ അളക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അരിക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് എണ്ണ തടവിയിട്ട് താഴെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ചൊന്ന് എണ്ണ തടവണം. പിന്നെ ഓവറായിട്ട് തടവി കഴിഞ്ഞാൽ കേക്ക് മൊരിയും കേട്ടോ, അത് മറക്കരുത്. അതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ എണ്ണ നമുക്ക് ഇങ്ങനെ തടവി കൊടുക്കാനായിട്ട് പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം വേണമെന്നില്ല, അലുമിനിയത്തിൻ്റെ ഏതായാലും മതി. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, അതായത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ വേണ്ട, ബാക്കി ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പോൾ അധികം ചൂട് പാടില്ല, തണുപ്പും പാടില്ല. അപ്പോൾ നല്ല തണുത്ത വെള്ളമാണെങ്കിൽ, ഇപ്പോൾ തിളപ്പിച്ചാറിയിട്ടൊക്കെ നന്നായി തണുത്തിരിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിക്കോളൂ. നമുക്ക് തൊടുമ്പോൾ അറിയാമല്ലോ, ചൂടില്ലാത്തൊരു വെള്ളം. അത് നമുക്കൊരു 3/4 ഗ്ലാസ്സാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ ഒന്നും ഒഴിക്കേണ്ട, കുറച്ച് ഒഴിക്കുക. ബാക്കി നമുക്ക് ബാറ്ററി മിക്സ് ആക്കുന്ന സമയത്ത് ഒഴിക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിന് നല്ലൊരു ചെറുനാരങ്ങയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞ ഭാഗമല്ലേ, അതൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ആ ഒരു വെള്ള പോർഷൻ പെടാതെ ശ്രദ്ധിക്കണം. വെള്ള പോർഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് കയ്പ്പ് വരും. അപ്പോൾ ആ മഞ്ഞ മാത്രം. അപ്പോൾ ഗ്രേറ്റർ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഗ്രേറ്റർ വെച്ചിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് കുറച്ച്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പഞ്ചസാര പൊടിച്ചതാണെങ്കിലും ചെറിയൊരു തരി പോലെ ഉണ്ടാവും, അത് ഫുള്ള് പോകണം. ഒന്നുകിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ആക്കുക, അല്ലെങ്കിൽ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയമായിട്ടും ഇത് നന്നായിട്ട് അലിയുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് മിക്സിയിലോട്ട് മാറ്റിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മിക്സിയിൽ ചെയ്യാനാണെങ്കിൽ ആദ്യം തന്നെ മിക്സിയിലോട്ട് എല്ലാം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മഞ്ഞ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടിയില്ലേ, അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാവ് ടൈറ്റായ പോലെ വരും. അപ്പോൾ നേരത്തെ എടുത്തിട്ട് ബാക്കിയുള്ള വെള്ളമില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് 3/4 കപ്പ് വെള്ളമാണ് ഈ കേക്കിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഇപ്പോൾ ഈ ഒരു ബാറ്ററിലും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇതിന് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഈ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ പിന്നെയും ഇത് മിക്സ് ആവാൻ വേണ്ടി ഇളക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് കേക്ക് കുറച്ചൊന്ന് ഓവർ മിക്സ് ആയി. അപ്പോൾ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കുറച്ച് മുമ്പ് നിങ്ങൾക്ക് ഈ ലെമൺ ജ്യൂസ് ചേർത്താൽ മതി. ഇനി ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാക്കാൻ വെച്ചിരിക്കണം. അപ്പോൾ താഴെ ഒരു തട്ടൊക്കെ വെച്ചിട്ടൊരു ചീനച്ചട്ടി ഒരു മൂടിയൊക്കെ മൂടി കൊടുത്തിട്ടാണ് ഞാൻ ചൂടാക്കാൻ ഇട്ടിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ടുള്ള ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇത് ഇറക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസ് ഇതിലുണ്ടെങ്കിൽ പോയി കിട്ടും. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം.
ഇനി നമുക്ക് ആദ്യത്തെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ച് ബേക്ക് ചെയ്യാം. ഒരു 35-40 മിനിറ്റൊക്കെ എന്തായാലും പിടിക്കും. അപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ തീയുടെ ചൂടൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിതേ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കുത്തി നോക്കിയപ്പോൾ എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം നമുക്ക്. ഇത് തണുക്കുന്ന സമയത്തിന് നമുക്കിതിൻ്റെ മുകളിൽ ആക്കാനായിട്ടൊരു സോസ് പോലെ തയ്യാറാക്കാം. ഞാനിപ്പോൾ കേക്ക് കുറച്ച് ഓവർ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ പൊട്ടിയിട്ട് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. അത് സാരമില്ല കേട്ടോ, കേക്കിൻ്റെ ഉള്ളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമ്മുടെ കേക്കിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഒന്ന് ഗ്യാസിൽ വയ്ക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുക, എന്നിട്ട് ചെറിയ ചൂടാകുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക, ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റിൽ കറക്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ വരും. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആവാനാണ് ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവണം, എന്നിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് പിന്നെ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ 4-5 നിങ്ങളുടെ ആ ഒരു മധുരത്തിനോടുള്ള താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി ചൂടാറുമ്പോൾ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രീം പരുവത്തിൽ നമുക്കിത് ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ലേശം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ഒരു നല്ല ടേസ്റ്റ് വരിക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഒന്ന് പുറത്തെടുക്കാം. മുട്ടയും പാലൊന്നും ഇല്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഓവർ ബേക്ക് ആക്കരുത് കേട്ടോ. ഓവർ ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കറക്റ്റ് ഭാഗത്തിന് തന്നെ എടുക്കാനായിട്ട് നോക്കുക. കണ്ടോ, ഇനി നമുക്കിതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഇതൊന്ന് മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്ക് ഭാഗത്ത് നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ കിട്ടാനാണ്. അപ്പോൾ അത് വേണമെന്നൊന്നുമില്ല കേട്ടോ, വൈറ്റ് മാത്രമായാലും മതി. എന്നിട്ടിപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. മുകളിൽ ഞാൻ കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇങ്ങനത്തെ സിൽവർ ബോൾസ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെറുതെ ഒരു ചെറുനാരങ്ങയുടെ പീസും 2 ചെറുനാരങ്ങയുടെ ഇലയും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു നല്ല ടെക്സ്ചറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. മുട്ടയും പാലും ഒന്നും ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ആ ഒരു ലെയർ നമുക്ക് വേണമെങ്കിൽ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തിട്ട് നടുവിലും ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ വേണമെങ്കിൽ ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തും കൂടെ കൊടുത്താൽ സൂപ്പറാവും. അപ്പോൾ ക്രീമൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇടാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉദയ സജി എന്നാണ് ആ മോളുടെ പേര്. എനിക്ക് ഇടയ്ക്ക് ഓരോ മെസ്സേജൊക്കെ അയക്കാറുള്ളതാണ്. അപ്പോൾ മോള് പറഞ്ഞു എൻ്റെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ഇല്ല, വിസ്ക് ഇല്ല, അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ഇടാമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പോൾ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. എപ്പോഴും എനിക്ക് മെയിലും മെസ്സേജൊക്കെ അയക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. അപ്പോൾ എന്തോ കുറച്ച് ദിവസമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാനൊരു നല്ലൊരു എനർജി അങ്ങോട്ട് തോന്നണില്ല, മഴയും. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നാളെ തന്നെ നല്ലൊരു ക്രാഫ്റ്റായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്